ഒരു ചതുർഭുജം, ആ ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ഒരു പുതിയ ചതുർഭുജം ഉണ്ടാവും. അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടാവും. വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ചതുർഭുജം കട്ട് ചെയ്തെടുക്കും. നോക്കൂ, റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിലുള്ള ചതുർഭുജം ഇത് സാമാന്തരികമാണ്. ഈ ചതുർഭുജം ഉള്ളിലുള്ള ഒന്ന് ഫിക്സ് ചെയ്യുക. ആദ്യം നമുക്ക് നോക്കാം. ഈ ഉള്ളിലെ ചതുർഭുജം എടുത്തിട്ട് നമുക്ക് വശങ്ങളൊന്ന് വെച്ച് നോക്കാം. ഓപ്പോസിറ്റ് വെച്ച് നോക്കി, കറക്റ്റാണ്. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ലെങ്ത്ത് തുല്യമാണ്, അതുകൊണ്ട് ഇത് സാമാന്തരികമാണ്. എങ്ങനെ പ്രൂവ് ചെയ്യുക? ഈ വികരണം, ഈ വശങ്ങളുടെ മധ്യബിന്ദു ഈ വികരണത്തിൻ്റെ പകുതിയാണ്, മധ്യബിന്ദു യോജിപ്പിച്ച വര. അതുപോലെ ഇപ്പുറത്തെ ത്രികോണം എടുക്കുകയാണെങ്കിലും ഈ വികരണത്തിൻ്റെ പകുതിയാണ് ഈ വശങ്ങൾ യോജിപ്പിച്ച വര. ഈ രീതിയിൽ എതിർവശങ്ങളുടെ നീളം തുല്യമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട്